IPS വീട്ടുവേലക്കാരി. രചന സൂര്യ രാജേഷ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ CN നൂഞ്ഞേരി. ചന്ദ്രമംഗലത്ത് ചന്ദ്രമോഹൻ സാറിന്റെയും മീനാക്ഷി അമ്മയുടെയും ഒരേ ഒരു സൽപുത്രൻ ചന്ദ്രാദിത്യന്റെ IPS എന്ന SP ചന്ദ്രുവിന് ഈ 36-ാം വയസ്സിൽ ഷുഗറോ? ഇത് നല്ല കഥ. ഇത്രയും പറഞ്ഞുകൊണ്ട് ലീലാമണി തന്നെ നീഡിലും സിറിഞ്ചും കോട്ടനും മെഡിസിൻ ബോക്സിലേക്കിട്ട് മീനാക്ഷി അമ്മയുടെ മുഖത്തേക്കാണ് നോക്കിയത്. ചന്ദ്രമംഗലത്തെ ആ പഴയ വീട്ടിലെ വരാന്തയിൽ അന്ന് ഒരു അസ്വാഭാവിക നിശബ്ദത ആ സമയം നിറഞ്ഞിരുന്നു. മീനാക്ഷി അമ്മ ഒരു നിമിഷം മിണ്ടാ നിന്നു. എത്രയോ കേസുകൾ തീർത്ത ഒരു ധൈര്യശാലിയായ IPS ഓഫീസർ ഇന്ന് തന്റെ ശരീരത്തിന്റെ വിധിയെക്കുറിച്ച് ആലോചിച്ച് നിൽക്കുകയായിരുന്നു ആ സമയം അവിടെ. ഇത് കേട്ട ശേഷം അവൻ അമ്മയോടായി ആജ്ഞാപിച്ചു, അമ്മേ ഇനിയൊരു ചായ എടുക്ക്. നേരം വെളുത്തിട മുതൽ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് കാത്തിരിക്കായിരുന്നില്ലേ? ഇപ്പൊ റിസൾട്ട് അറിഞ്ഞില്ലേ? അത് കേട്ട് മീനാക്ഷി അമ്മ അവസാനം ഒരു പുഞ്ചിരി വരുത്തി. അവൻ ചൂടിലാലീരെ, രാവിലെ ചായ നിർബന്ധ. ഫാസ്റ്റിംഗ് ഷുഗർ എത്രയാന്ന് അറിയണ്ടേ? അതിന് ചായ കൊടുത്തിട്ടില്ല, അതിന്റെ ചാട്ടാ. അത് കേട്ടൊന്ന് ഈർഷ്യയോടെ ചന്ദ്രു പറഞ്ഞു, 10-200 വീട് കയറി പെണ്ണുകൊണ്ട് ഒരുമിച്ച് ചായ കുടിച്ചിട്ടും എനിക്ക് മാത്രമേ ഷുഗർ വന്നുള്ളൂ. പക്ഷെ ദൈവം സഹായിച്ച് പെണ്ണ് കിട്ടിയില്ല, ആവശ്യത്തിന് ഷുഗർ കിട്ടി. ആട്ടെ, അമ്മയും ബ്രോക്കറും ഇതെങ്ങനെ രക്ഷപ്പെട്ടു? നിങ്ങൾ മനുഷ്യരല്ലേ? ഇത് കേട്ട് മീനാക്ഷി അമ്മ പറഞ്ഞു, യോഗം വേണടാ യോഗം. നിന്റെ കൂടെ പഠിച്ച ശരത്ത് 3ാമതും കെട്ടി. 3 കെട്ടിയിൽ അവന് 3 പിള്ളേരുണ്ട്. അവനവന്റെ കഴിവ് തെളിയിച്ചു. ഇവിടെ ഒരുത്തം പെണ്ണാളെ നടക്കുന്നേ ഉള്ളൂ. ഇവനൊന്നിനെ പ്രേമിക്കുന്നില്ലല്ലോ ദൈവമേ. ഇത് കേട്ട ചന്ദ്രു ദേഷ്യത്തോടെ, അമ്മ പറഞ്ഞുകൊണ്ട് ഞാൻ ശരത്തിന്റെ കേസ് വരവച്ചിരിക്കുന്നു. അവനെ കൊണ്ട് ഞാൻ 10 കെട്ടിക്കുന്നുണ്ട്. അവൻ അഴിയണു തേണ്ടി. അവന് ആയുധം വെച്ച് ഞാൻ കീഴടക്കും. വൃത്തിയിട്ടവൻ. ചായ മുകളിലേക്ക് കൊണ്ടുവന്നാൽ മതി. എവിടെന്നാലേ ഇനി ഞാൻ പലതും പറഞ്ഞു പോകും എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ പടികൾ ചവിട്ടി മുകളിലേക്ക് കയറിപ്പോയി. അവൻ പോയി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മീനാക്ഷി അമ്മ തന്റെ കൂട്ടുകാരി ലീലാമണിയോട്, എന്റെ ലീലേ, ഞാൻ ഈ ചെക്കനെ കൊണ്ട് തോറ്റടി. ചെന്ന് കയറുന്ന വീട്ടിലെ പെൺപിള്ളേരെല്ലാം ഓരോ കാരണം പറഞ്ഞ് അവനെ ഒഴിവാക്കലായിരുന്നു പതിവ്. എന്നാൽ ഇപ്പൊ അവൻ ഓരോ കാരണം പറഞ്ഞ് ഇപ്പോഴുള്ള പെൺപിള്ളേരെ ഒഴിവാക്കുക. വയസ്സ് 36 ആവുന്നു. ഇനി എന്നാ ഒരു കല്യാണം? നിന്റെ അറിവിൽ വല്ല ആലോചനകളുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറ. എന്റെ ചെക്കനൊന്ന് കുരുക്കാനാ. അവനും ഒരു ജീവിതം വേണ്ടേ? ഞാൻ ഇനി എത്ര നാളാ? അവന് ഒരുവിധമായപ്പോ അദ്ദേഹം ഞങ്ങളെ വിട്ടു പോയി. വർഷം 17 ആവുന്നു. ഇത് കേട്ട് നിന്ന ലീല അവരോട് പറഞ്ഞു, ഞാനും തിരക്കിയിട്ട് പറയാൻ ചേച്ചി, ഇപ്പോഴത്തെ പെൺപിള്ളേർക്കെല്ലാം കൊച്ചു പിള്ളേരെയാ ഇഷ്ടം. അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ബോക്സും എടുത്ത് ലീലാമണി ആ വീടിന്റെ പടികടന്ന് പുറത്തേക്ക് പോയി. വേഗം അടുക്കളയിലേക്ക് ചെന്ന് മീനാക്ഷി അമ്മ ചൂടോടെ ഒരു കപ്പ് ചായയുമായി ആ പടികളിലേക്ക് കയറി തുടങ്ങി. എന്നാൽ ഈ സമയം കട്ടിൽ കണ്ണുകളടച്ച് ആലോചിച്ചിരിക്കുന്നവന്റെ മുന്നിലേക്കായിരുന്നു ചായക്കപ്പുമായി മീനാക്ഷി അമ്മ ചെന്ന് ഇന്ന്. മോനെ ചായ. ഇത് കേട്ട് ചന്ദ്രു കണ്ണുകൾ തുറന്നു. തന്റെ അമ്മയോട് ആ ചായക്കപ്പ് വാങ്ങി ചൂടോടെ മുത്തിക്കുടിച്ചുകൊണ്ട് അവൻ തന്റെ ബാൽക്കണിയിലേക്ക് നടന്നു. ഇത് കണ്ടുന്ന മീനാക്ഷി അമ്മ പിന്നീടൊന്നും സംസാരിക്കാതെ താഴെ അടുക്കളയിലേക്ക് തന്നെ പോയി. ബാൽക്കണിയിൽ നിന്നുകൊണ്ട് പുറത്തെ കാഴ്ചകൾ ആസ്വദിച്ച് അവൻ ആ ചൂട് ചായ മുത്തി കുടിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് അവന്റെ ശ്രദ്ധ താഴെ മുറ്റടിച്ചു വാരുന്നവളിലേക്ക് പോയത്. പാവാടയും ബ്ലൗസുമാണ് വേഷം. നീണ്ട മുടി ചുരുട്ടിക്കെട്ടി വെച്ചിരിക്കുന്നു. കയ്യിലെ കരിവളകൾ ഓരോ തൂക്കത്തോടും താളം പിടിച്ച് ശബ്ദിക്കുന്നു. മുഖം വ്യക്തമായി കാണാനായില്ല. കുനിഞ്ഞു നിന്നാണ് അവൾ മുറ്റം തൂക്കുന്നത്. പക്ഷെ അവളുടെ ജോലി കണ്ടാൽ തന്നെ മനസ്സിലാവും. അരികും മൂലയും ചേർത്ത് വളരെ വൃത്തിയോടുകൂടി ഒന്നും വിട്ടുപോകാതെ അവൾ മുറ്റമൊതുക്കുകയാണ്. നന്നായി ജോലി എന്ന കൂട്ടത്തിലാണല്ലോ, അവൻ മനസ്സിൽ പറഞ്ഞു. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ഓർമ്മ അവന്റെ മനസ്സിൽ മിന്നിയത്. അച്ഛനുള്ള കാലം മുതലേ ഈ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ജാനകി ചേച്ചിയാണ്. നിത്യരോഗിയാണെങ്കിലും ഒരു ദിവസം പോലും ജോലി മുടക്കിയിട്ടില്ല. അപ്പൊ ഇതാരാവും? കണ്ടാ വലിയ പ്രായം തോന്നുന്നില്ല. പുതിയ ജോലിക്കാരെ വെക്കുമ്പോൾ അമ്മ തന്നോടൊരു വാക്ക് പോലും ചോദിച്ചില്ലല്ലോ. അതെന്തായാലും അമ്മയ്ക്ക് ജാനകി ചേച്ചി അങ്ങനെയെങ്കിലും മാറ്റാൻ പറ്റുമോ? ആ ചിന്തകളോട് അവൻ വീണ്ടും മുറ്റത്തേക്ക് നോക്കി. ഇനിയും മുഖം വ്യക്തമായിരുന്നില്ല. ആൾ വേഗത്തിൽ മുറ്റം മുഴുവൻ തൂത്ത് വൃത്തിയാക്കി. ചൂല് കൊണ്ടുവന്ന് തൊഴുത്തിന്റെ ഒരു വശത്ത് ശ്രദ്ധയോടെ ഒതുക്കി വെച്ചു. ശേഷം പൈപ്പിൻ ചുവട്ടിലേക്ക് നടന്ന് കൈയും കാലും മുഖവും വെള്ളത്തിൽ കഴുകി. അവിടെ തന്നെ ഇരുന്ന് പാവാട തുമ്പുകൊണ്ട് മുഖം പതുക്കി ഒപ്പി. ആ നിമിഷമാണ് അവിടെ കണ്ണുകൾ അറിയാതെ തന്നെ മുകളിലെ നിലയിലെ ബാൽക്കണിയിലേക്ക് ചലിച്ചത്. അവിടെ അവൻ നിന്നിരുന്നു. ഒരു നിമിഷം അവളുടെ മുഖം അവന് വ്യക്തമായി കാണാനായി. വെളുത്ത നിറമുള്ള ഒരു കൊച്ചു പെൺകുട്ടി. സമയങ്ങളുടെ ആവശ്യമില്ലാതെ തന്നെ അവൾ അതീവ സുന്ദരിയായിരുന്നു. നെറ്റിത്തളത്തിൽ ഒരു കറുത്ത പൊട്ട് മാത്രം. അതിൽ തന്നെ ഒരു ലാളിത്യത്തിന്റെ പൂർണ്ണത ഒളിഞ്ഞിരുന്നു. അവരുടെ നോട്ടങ്ങൾ കൊരുത്ത പോലെ ഒരു നിമിഷം അങ്ങനെ ചേർന്നു നിന്നു. കണ്ണെടുക്കാൻ കഴിയാതെ ആ നോട്ടങ്ങൾ പരസ്പരം പിടഞ്ഞു. കാലം ആ നിമിഷത്തിൽ ഒന്ന് നിശ്ചലമായതുപോലെ. പെട്ടെന്ന് അടുക്കള വാതിൽ നിന്ന് മീനാക്ഷി അമ്മയുടെ ശബ്ദം ആ നിശബ്ദത കീറിക്കളഞ്ഞു. മോളെ. അവളുടെ കണ്ണുകൾ അവനിൽ നിന്നും മാറി, അല്ല പറിച്ചു മാറ്റിയതുപോലെ. ആ നിമിഷം അവന്റെ മനസ്സിലൊരു പേരറിയാത്ത ദുഃഖാനുഭവം നിശബ്ദമായി ജനിച്ചിരുന്നു. അവൾ അവിടെ നിന്നും പോവരുതേ എന്ന് പോലും അവൻ ആ നിമിഷം ചിന്തിച്ചു പോയി. മറ്റൊന്നും പറയാതെ തന്റെ മുന്നിലൂടെ നിശബ്ദ അവൾ നടന്നു നീങ്ങി.
കണ്ണുകളിൽ നിന്ന് അവൾ മറഞ്ഞതും അവൻ ചായക്കപ്പ് ആ ബാൽക്കണിപ്പടിയിലേക്ക് വെച്ചത് ഒരുമിച്ചായിരുന്നു. പെട്ടെന്നാണ് തന്റെ മുന്നിൽ അവൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടത്. വലത് കൈ ചുരുട്ടി പിടിച്ച് ഇടത് കൈയിലായി ചെറിയൊരു പാത്രത്തിൽ എന്തോ അടച്ച് സൂക്ഷിച്ചതുമായി ഏണിയിൽ വെച്ചുകൊണ്ട് അവൾ വീടിന്റെ വടക്ക് ദിശയിലേക്ക് നടന്നു തുടങ്ങിയിരുന്നു. അവളുടെ കെട്ടിയിട്ടിരിക്കുന്ന മുടി നടക്കുന്നതിനനുസരിച്ച് താളം പിടിക്കുന്ന അവൻ അറിഞ്ഞു. കാലിലെ ചിലങ്ക കെട്ടിയ പാദസരം അത് അവൻ അവളുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടേയിരുന്നു. നടന്നു പോകുമ്പോഴും തന്റെ കണ്ണുകൾ അവളെ പിന്തുടർന്നുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണെന്ന് മാത്രം അവന് മനസ്സിലായില്ല. എന്നാൽ പെട്ടെന്നാണ് അവന്റെ കണ്ണുകളെ വിസ്മയിപ്പിച്ചുകൊണ്ട് അവളൊന്ന് തിരിഞ്ഞ് അവനെ നോക്കിയത്. അവളുടെ ആ കുഞ്ഞു നോട്ടത്തിൽ അവന്റെ ചുണ്ടുകളിൽ ഒരു ചിരി വിടർന്നു. ആ ഒരു നോട്ടം അവൻ ആഗ്രഹിച്ച പോലെ അവൻ ആ സമയം ചിന്തിക്കുകയായിരുന്നു. കണ്ടാൽ തന്നെ അറിയാം കൊച്ചു കുട്ടിയാണ്, 20 വയസ്സിന് മുകളിൽ പ്രായമില്ല. എങ്കിലും ഈ കുട്ടി ആരായിരിക്കും വീട്ടുവേല ചെയ്യാൻ ഇവിടേക്ക് പറഞ്ഞു വിട്ടത്? അവൾ തന്റെ കണ്ണിൽ നിന്ന് മറയുന്നവരെ നോക്കി നിന്നു. എങ്കിലും അവൻ വീണ്ടും ചിന്തിക്കാതിരുന്നില്ല, അവൾ ആരായിരിക്കും? ഈ നാട്ടിലുള്ള സകലരെയും തനിക്കറിയാവുന്നതാണ്. പക്ഷെ ഈ കുട്ടി പുതിയ താമസക്കാരിയായിരിക്കുമോ? താൻ അവളെ ഇവിടെ ഇങ്ങനെ കണ്ടിട്ടില്ല. എങ്കിലും ജാനകി ചേച്ചിക്ക് എന്ത് പറ്റിയിട്ടുണ്ടാവും? ആ ചിന്തയും അവനൊരു നിമിഷം ഓർക്കാതിരുന്നില്ല. അവൾ കണ്ണിൽ നിന്നും മറിഞ്ഞിട്ടും അവന്റെ കണ്ണുകൾ ഇനി ആ ദിശ വിട്ടുമാറിയിട്ടില്ല. ചന്ദ്രു ബാൽക്കണിയുടെ കൈവരിൽ ഇരു കൈകളും വെച്ച് അങ്ങനെ തന്നെ നിന്നു. മനസ്സ് മാത്രം അസ്വസ്ഥമായി. ഇതെന്താണ്? ഒരു നോട്ടം മാത്രം, ഒരു കുഞ്ഞു ചിരി മാത്രം. എങ്കിലും എന്തോ അവന്റെ ഉള്ളിലൊന്ന് പടർത്തിയിരിക്കുന്നു. വർഷങ്ങളായി നിയമത്തിനുള്ളിൽ ജീവിച്ച അവൻ മുഖങ്ങളിൽ ഭയം, കാപട്യം, കുറ്റബോധം എല്ലാം വായിക്കാൻ പഠിച്ചവൻ. പക്ഷെ അവിടെ കണ്ണുകളിൽ അവൻ കണ്ടത് അതൊന്നുമല്ല. അതൊരു നിഷ്കളങ്കതയായിരുന്നു, ഒരറിയാത്ത ധൈര്യം, ഒരുപക്ഷെ സ്വന്തം ലോകത്തോട് യാതൊരു പ്രതിരോധവും ഇല്ലാത്ത നോട്ടം. എന്താണ് ഞാൻ ഇങ്ങനെ? അവൻ സ്വയം ചോദിച്ചു. ഇത് ശരിയല്ല. ഇവളൊരു വീട്ടുവേലക്കാരി, വയസ്സിൽ തന്നെക്കാളും പകുതിയോളം മാത്രം പ്രായമുള്ളവൾ. അവൻ തറയൽപ്പം കുലുക്കി. അനാവശ്യ ചിന്തകൾ സ്വയം ശാസിച്ച പോലെ. പക്ഷെ മനസ്സ് കേട്ടില്ല. അവളുടെ നടത്തത്തിലെ അഴകും മുടിയുടെ താളവും പാദസരത്തിന്റെ ആ ശബ്ദവും ഒന്നൊന്നായി അവന്റെ ഉള്ളിൽ തിരികെ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഇതുവരെ അവൻ ഇങ്ങനെ ഒരാൾ നിശബ്ദനാക്കിയിട്ടില്ല. അവനൊരു ദീർഘനിശ്വാസം വിട്ടു. പുതിയ ആളാണ്. ഇവിടെ നിന്നൊന്ന് ശീലമായാൽ ഇതൊക്കെ മാറും, അവൻ തന്നെ സ്വയം ആശ്വസിച്ചു. പക്ഷേ മനസ്സിന്റെ ആഴത്തിൽ ഒരു ചെറിയ ഭയം ജനിച്ചിരുന്നു. ഈ നോട്ടം ഇവിടെ അവസാനിക്കുമോ? ഇല്ലെങ്കിൽ ഇതൊരു തുടക്കമാണോ? ചന്ദ്രു അറിയാത്തന്നെ വീണ്ടും വടക്കേ മുറ്റത്തിന്റെ ദിശയിലേക്ക് നോക്കി. അവളിനി അവിടെ ഇല്ലായിരുന്നു. അവൾ അവിടെ ഇല്ലായിരുന്നു. എങ്കിലും അവന്റെ ഉള്ളിൽ അവളുടെ സാന്നിധ്യം അപ്പോഴും നിശബ്ദമായി നിന്നുകൊണ്ടിരുന്നു. ആ നിശബ്ദതയെ തകർത്തുണ്ടായിരുന്ന അമ്മ അവിടെ കയറി വന്ന്, മോനെ ചന്ദ്രു എന്ന് വിളിച്ചുകൊണ്ട് അവരവന്റെ കയ്യിലിരുന്ന ചായക്കപ്പ് വാങ്ങി. പെട്ടെന്ന് തന്നെ അവരുടെ ശ്രദ്ധ കപ്പിലേക്ക് പോയി. ഒരു തുള്ളി ചായ പോലും അതിൽ ബാക്കിയില്ല. മധുരമിടാത്തന്ന ചായ അവൻ കുടിച്ചോ എന്ന സംശയത്തോടെ മീനാക്ഷി അമ്മ അവനെ നോക്കി. ഇനി ചായയിൽ മധുരമില്ലാന്ന് അറിഞ്ഞില്ലേ? അറിഞ്ഞാൽ ഇങ്ങനെ വീട് തിരിച്ചു വെക്കാതെ അവനിത് കുടിക്കോ? എങ്കിലും അവർ ശബ്ദമെടുത്ത് ചോദിച്ചു, ഇനി എന്നും ഇങ്ങനെ മധുരമില്ലാത്ത ചായ എന്നാ മതിയോ? അങ്ങനെയാണെങ്കിൽ ഷുഗർ കുറച്ചൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. അത് കേട്ടോ ചന്ദ്രു ദേഷ്യത്തോടെ പറഞ്ഞു. അമ്മേ എന്താ പറഞ്ഞേ? പഞ്ചസാര ഇല്ലാത്ത ചായയോ? എത്ര ഷുഗർ വന്നാലും പഞ്ചസാര ഇല്ലാതെ ചായ കുടിക്കുന്ന പതിവില്ല എനിക്ക്. പിന്നെ ഇപ്പോഴുള്ള ഈ ഷുഗർ അത് കുറച്ച് ദിവസങ്ങളിൽ തന്നെ നോർമലാവും. ഒരു ചെറിയ വേരിയേഷൻ, അതത്രേ ഉള്ളൂ. അത് കേട്ട് മീനാക്ഷിയമ്മ അവനെ നോക്കി ചോദിച്ചു, അപ്പൊ നീ ഇപ്പൊ കുടിച്ചതെന്താ? ആ ഒരു നിമിഷത്തെ അമ്പരപ്പിന് ശേഷം, അത് പഞ്ചസാര ഇല്ലാത്ത ചായ ആയിരുന്നോ? ഇത് കേട്ട് മീനാക്ഷിയമ്മ അവനെ തലമുതൽ കാലുവരെ നോക്കി പറഞ്ഞു, ചെക്ക നീ ഈ ലോകത്തൊന്നും അല്ലേ? ആ ചായ വായിൽ വെച്ചല്ലേ നീ കുടിച്ച്, അല്ല മൂട്ടിൽ വെച്ചല്ലോ. അവൻ മറ്റൊന്നും പറയാതെ ഒരു ചെറു ചിരി മാത്രം ചിരിച്ചു. ശേഷം ബാൽക്കണിയുടെ വടക്കേ വശത്തൊന്ന് നോക്കി. ആ ഒരു ദർശനത്തിന്റെ ഒരു ശക്തി, മധുരമില്ലാത്ത ചായ പോലും അമൃതായി പോയി. അവിടെ ഇനി ആരുമില്ലായിരുന്നു. അടുത്ത നിമിഷം അവനൊന്നും പറയാതെ അകത്തേക്ക് നടന്നു. കട്ടിലിരുന്നിരുന്ന ചന്ദ്രുവിന്റെ അരികിലേക്ക് മീനാക്ഷി അമ്മ വന്നിരുന്നു. അവരൽപ്പം സ്നേഹത്തോടെ അവനോട് പറഞ്ഞു, ഡ്യൂട്ടി ഇല്ലെങ്കിൽ നമുക്കൊരു സ്ഥലം വരെ പോയാലോ? അത് കേട്ട് ചന്ദ്രു സംശയത്തോടെ അമ്മയെ നോക്കി. പെണ്ണ് കാണാൻ വേണ്ടിയായിരിക്കും. അവൻ ചുണ്ടിലൊരു ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു. എങ്കിലിനി ആ പരിപാടി ഇല്ല അമ്മേ. മീനാക്ഷി അമ്മ എന്തു പറയണമെന്ന് ആലോചിക്കുന്നതിന് മുമ്പേ അവൻ തുടർന്നു. അമ്മയൊന്ന് ചിന്തിച്ചു നോക്ക്. ജീവിതത്തിന്റെ പകുതി സമയം ഞാൻ പെണ്ണ് കാണലിനായിട്ട് മാറ്റിവെച്ചതാ. ബാക്കി പകുതിയല്ലേ എന്നെ പോലീസ് സർവീസിന് പോയത്. അവനൽപ്പം ഗൗരവത്തോടെ കൂട്ടിച്ചേർത്തു. ഇപ്പൊ ഷുഗർ കൂടി വന്നോണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. ഇനി പെണ്ണ് കാണലെന്ന പരിപാടിയില്ല. അത് കേട്ട് മീനാക്ഷി അമ്മ ഞെട്ടി. അപ്പൊ പിന്നെ കല്യാണം? അത് കേട്ടൻ ചന്ദ്രു പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്നുള്ള വാചാലനായി. അമ്മയെ ഡ്യൂട്ടി ഒന്നുമില്ലാതെ സമാധാനത്തോടെ ഞാൻ കിടന്നുറങ്ങുന്ന ഒരു ദിവസം രാവിലെ അമ്മ വന്നതിനെ തട്ടി വിളിക്കുന്നു. ഞാൻ കണ്ണൂർന്ന് അമ്മയെ നോക്കുമ്പോൾ അമ്മ പറയുന്നു, മോനെ എഴുന്നേൽക്ക്, ഇന്ന് നിന്റെ വിവാഹമാണ്, വന്ന് കല്യാണം കഴിച്ചിട്ട് പോകും. അത് കേട്ട് സന്തോഷവനായി ഞാൻ എഴുന്നേറ്റ് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വന്ന് കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിഞ്ഞ് പെൺകുട്ടിയും കുട്ടി ഈ വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ ആ വിവാഹിതനാവുന്നു. പെണ്ണ് കാണേണ്ട, വാക്കുറപ്പിക്കേണ്ട, നിശ്ചയം നടത്തേണ്ട, പുടവയും കൊടുക്കേണ്ട, മറ്റ് ചടങ്ങുകളൊന്നും വേണ്ട.
എനിക്ക് ഇനിയും ശേഷിച്ച സമയം ലാഭിക്കാലോ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇങ്ങനെയുള്ള വല്ല പരിപാടി ഉണ്ടെങ്കിൽ അമ്മ എന്നെ അറിയിക്കുക. അപ്പൊ നമുക്ക് കല്യാണത്തിനെ പറ്റി ചിന്തിക്കാം. അതും പറഞ്ഞുകൊണ്ട് അവൻ വേഗത്തിൽ ടവലെടുത്ത് ബാത്റൂമിലേക്ക് ചാടി കയറി. ഇതെല്ലാം കേട്ടുന്ന മീനാക്ഷി അമ്മ ഒരു നിമിഷം വാപൊളിച്ചു പോയി. ഇത് നടക്കാത്ത കാര്യമില്ലേ, ഇതിപ്പോ എന്തിനാ ഇവ എന്നോട് പറഞ്ഞിട്ട് പോയത്? അവർ സ്വയം പറഞ്ഞു. എങ്കിൽ പിന്നെ ഇവനെ കല്യാണം കഴിക്കാണ്ടിരുന്നാ പോരെ എന്ന് ചിന്തിച്ചുകൊണ്ട് ചായക്കപ്പ് എടുത്ത് അവരും താഴേക്ക് നടന്നു. പക്ഷെ അവരുടെ മനസ്സിൽ അപ്പോഴും ഒരു അമ്മയുടെ ആശങ്ക നിശബ്ദമായി ഉണർന്നുകൊണ്ടിരുന്നു. അടുക്കളയിൽ നിന്നുള്ള തട്ടുമുട്ടും ശബ്ദങ്ങൾ കേട്ടുകൊണ്ടാണ് യൂണിഫോം അണിഞ്ഞ ചന്ദ്രു താഴേക്ക് നടന്നു വന്നത്. അമ്മേ, സമയമായി, ഭക്ഷണം എടുത്തുവെക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഡൈനിങ് സെക്ഷനിലേക്ക് പോയി. പ്ലേറ്റിലേക്ക് ചൂടിഡ്ഡലിയും സാമ്പാർ വിളമ്പുമ്പോൾ പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന പോലെ അവൻ മീനാക്ഷി അമ്മയെ നോക്കി ചോദിച്ചു. ജാനകി ചേച്ചി എവിടെ? ഇന്ന് കണ്ടില്ലല്ലോ. പകരം മറ്റൊരു പെൺകുട്ടിയെ താഴെ മുറ്റടിച്ചു വരുന്നുണ്ടോ? അമ്മ ചേച്ചിയെ പറഞ്ഞു കിട്ടോ? ഇല്ലടാ, അവർക്ക് സുഖമില്ല. അത് കേട്ട് മീനാക്ഷി അമ്മ ഒരു നിമിഷം നിശബ്ദയായി. അവന്റെ അരികിലേക്ക് വന്നു നിന്നു. പിന്നെ പതുക്കെ പറഞ്ഞു. ജാനകി അങ്ങനെ അങ്ങ് പറഞ്ഞു വിടാൻ പറ്റുമോ മോനെ? അച്ഛനുള്ള കാലം മുതൽ അവൾ ഇവിടെയല്ലേ ജോലി ചെയ്യുന്നത്. അവരുടെ ശബ്ദത്തിൽ കരുണയുണ്ടായിരുന്നു. പാവം, നിത്യരോഗിയാ അവളുടെ കെട്ടിയൻ. ഭദ്രം മരിച്ചതിന് ശേഷം ഇവിടം കൊണ്ടല്ലേ അവൾ ജീവിച്ചിട്ടുള്ളത്. അവളൽപ്പം നിർത്തി. ആ കൊച്ചു പെണ്ണിനെ വളർത്താൻ അവൾ പെടുന്ന പാട്. മീനാക്ഷി അമ്മ ചന്ദ്രുവിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. നീ ഇന്ന് താഴെ മുറ്റടിച്ചു വരുന്ന പെൺകുട്ടിയെ കണ്ടില്ലേ? അതാരാണെന്ന് മനസ്സിലായോ? ചന്ദ്രു ഒന്നും പറഞ്ഞില്ല. അപ്പോൾ മീനാക്ഷി അമ്മയുടെ വാക്കുകൾ മീനാക്ഷി അമ്മ തുടർന്നു. അതവളാ, ദ്യുതി ജാനകി ഭദ്രൻ, ജാനകിയുടെ മോള്. ആ വാക്കുകൾ കേട്ടും ചന്ദ്രു നിമിഷം വെട്ടിവിയർത്ത് അങ്ങനെ തന്നെ ഇരുന്നു പോയി. അവന്റെ കണ്ണുകളിൽ പെട്ടെന്ന് രാവിലെ കണ്ട ആ നോട്ടം മിന്നി മറഞ്ഞു. അപ്പോഴാണ് അവന് മനസ്സിലായത് അതൊരു സാധാരണ കാണലല്ലായിരുന്നു. ആ നിശബ്ദമായ ആകർഷണത്തിനൊരു പേരുണ്ടായിരുന്നു. ദ്യുതി ജാനകി ഭദ്രൻ. ആ പേര് അവന്റെ ഉള്ളിൽ ഒരു അന്യമായ തരംഗം പോലെ പടർന്നു. ചന്ദ്രു പ്ലേറ്റിലെ ഇഡ്ഡലിയിലേക്ക് നോക്കി. പക്ഷേ അവനൊന്നും കാണാൻ കഴിഞ്ഞില്ല. രാവിലെ ബാൽക്കണിയിൽ നിന്ന് അറിയാത്തന്നെ താൻ അവളെ നോക്കിയ നിമിഷം അവന്റെ മനസ്സിൽ വീണ്ടും തെളിഞ്ഞു. ആ നോട്ടം അത് വെറും കൗതുകമായിരുന്നു. അല്ല, അത് അതിനേക്കാൾ ആഴമുള്ളതായിരുന്നു. ജാനകിയുടെ മോള്. അവൻ മനസ്സിൽ ആ വാക്കുകൾ പതുക്കെ ആവർത്തിച്ചു. വീട്ടിലെ ജോലിക്കാരിയുടെ മകൾ, തന്റെ വീടിന് മുറ്റത്ത് നിശബ്ദമായി നടന്നുപോയ പെൺകുട്ടി. അവളുടെ കാലിലെ പാദസര ശബ്ദം ഇപ്പോഴും അവന്റെ കാതിൽ ഒളിഞ്ഞു കിടക്കുന്നു. എന്തുകൊണ്ടാണ് അവൾ കണ്ണിൽ നിന്നും മറഞ്ഞപ്പോൾ പോലും മനസ്സിൽ നിന്ന് പോവാതിരുന്നു? ചന്ദ്രു അല്പ അസ്വസ്ഥനായി ശ്വാസം വിട്ടു. ഇതൊക്കെ എന്ത് ചിന്തകളാ എന്ന് തന്നോട് തന്നെയായി അവൻ പറഞ്ഞു. താനൊരു പോലീസ് ഓഫീസറാണ്, ശാസനയും നിയന്ത്രണവും ജീവിതത്തിന്റെ ശീലമായ ഒരാൾ. പക്ഷെ ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ നിശബ്ദമായ ഒരു നോട്ടം അവനിങ്ങനെ കുലുക്കുമെന്ന് അവൻ കരുതിയിരുന്നില്ല. അവൻ വേഗത്തിൽ ഒരു ഇഡ്ഡലി പിച്ചെടുത്ത് കഴിക്കാൻ ശ്രമിച്ചു. പക്ഷേ മനസ്സ് വേറെ എവിടെയോ ആയിരുന്നു. വടക്കുവശത്തെ മുറ്റത്ത് അവൾ നടന്നുപോയ ദിശയിലേക്കാണ്. ചന്ദ്രുവിന് അപ്പോഴും അറിയില്ലായിരുന്നു ഇതൊരു ചെറിയ ചിന്തയല്ലെന്ന്. ഇത് തന്റെ ജീവിതം പതുക്കെ വഴിമാറ്റാൻ തുടങ്ങുന്ന ആദ്യ നിമിഷമാണെന്ന്. പെട്ടെന്ന് ചന്ദ്രുവിന്റെ മനസ്സിലൂടെ ആ പഴയ കുളക്കടവിലെ ദൃശ്യം ഒരു നിമിഷം മിന്നിപ്പോയി. പഴയൊരു ഓർമ്മ പോലെ. മീനാക്ഷി അമ്മയുടെ വാക്കുകൾ അവനെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യത്തിലേക്ക് വീണ്ടും വലിച്ചഴച്ചു. ജാനകി തന്റെ മകളെ ആ ദുഷ്ടനെ ഭയന്ന് വീട്ടിനുള്ളിൽ തന്നെ വളർത്തിയതാ. പ്രായം അറിയിച്ച നാളെ മുതൽ ആ കുട്ടിയുടെ ലോകം 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിയതാ. പുറത്തേക്കൊന്നും വിടാറില്ല. അങ്ങനെ കൂട്ടുകാരികളും ഇല്ല. പിന്നെ അവൾക്ക് വിശ്വാസമുള്ളത് ഈ ഒരു വീട് മാത്രമാണ്. അതുകൊണ്ടാണ് ദീനം കൂടിയിട്ട് പോലും അവൾ ഇവിടേക്ക് ജോലിക്ക് വേണ്ടി ആ കുട്ടിയെ പറഞ്ഞു വിട്ടത്. ഏത് നിമിഷം ആ കാലം തിരികെ വരുമോ എന്ന ഭയത്തിലാ ജാനകി ഇപ്പൊ ജീവിക്കുന്നത്. മീനാക്ഷി അമ്മ പറഞ്ഞു. ഇതെല്ലാം കേട്ട് ചന്ദ്രു അതിശയത്തോടെ അമ്മയെ നോക്കി. അമ്മ എന്തൊക്കെയാ പറയുന്നു? മീനാക്ഷി അമ്മ ഒരു നെടുവീർപ്പോടെ സംസാരം തുടർന്നു. ജാനകിയുടെ മൂത്ത സഹോദരമായ രതീഷിനെ കുറിച്ചായിരുന്നു അത്. പട്ടാപ്പകൽ ഉത്സവപ്പറമ്പിൽ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ അന്വേഷണം നടത്തി ശിക്ഷ ഉറപ്പാക്കിയതിൽ ചന്ദ്രുവിന്റെ പങ്ക് അവർക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടായിരുന്നു. അവനൊരിക്കൽ പരോളിൽ പുറത്തിറങ്ങിയപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ദ്യുതിയെ അവൻ കണ്ടു. അന്നു മുതൽ അവന്റെ കണ്ണ് അവളിൽ പതിഞ്ഞിരുന്നു. ജയിൽ ശിക്ഷ കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ദ്യുതിയെ അവനോട് വിവാഹം കഴിപ്പിക്കണമെന്ന് ജാനകിയോട് അവൻ നിർബന്ധിച്ചു. അല്ലെങ്കിൽ അവളെ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതെല്ലാം ഓർത്താണ് ജാനകി ഇപ്പോഴും ഭയത്തോടെ ജീവിക്കുന്നത്. ദ്യുതി ഇപ്പോൾ ഡിഗ്രി 2nd ഇയർ വിദ്യാർത്ഥിനിയാണ്. പഠനം കഴിഞ്ഞ് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ അവളെ സുരക്ഷിതമായി മാറ്റാമെന്ന ഒറ്റ പ്രതീക്ഷയിലാണ് ജാനകി ജീവിക്കുന്നത്. ഈ വാക്കുകൾ ഓരോന്നായി ചന്ദ്രുവിന്റെ ഉള്ളിൽ ഭാരമായി വീണു. അവനൊന്നും പറഞ്ഞില്ല. പ്ലേറ്റിലേക്കും അമ്മയിലേക്കും വീണ്ടും നോക്കിയില്ല. പതുക്കെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാതെ തന്നെ വാഷിംഗ് ഏരിയയിലേക്ക് നടന്നു. തന്റെ ഔദ്യോഗിക വാഹനത്തിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോകുമ്പോൾ ബസ് സ്റ്റോപ്പിനരികെ എത്തിയപ്പോൾ അവന്റെ കണ്ണുകൾ അറിയാതെ തന്നെ അവിടെ പതിഞ്ഞു. സ്റ്റോപ്പിൽ നിൽക്കുന്ന 2-3 പെൺകുട്ടികളെ ചുറ്റിയുന്ന ചില ആൺകുട്ടികൾ അനാവശ്യമായി സംസാരിച്ച് ശല്യപ്പെടുത്തുന്നതാണ് അവൻ കണ്ടത്. അടുത്ത നിമിഷം തന്നെ അവന്റെ ഉള്ളിലെ പോലീസ് ഓഫീസർ ഉണർന്നു. വണ്ടി ഒതുക്ക്, അവൻ ഡ്രൈവറോട് പറഞ്ഞു. കാറ് നിൽക്കുന്നതിന് മുമ്പ് അവൻ ഡോർ തുറന്നിറങ്ങി. ഉറച്ച കാൽവെപ്പുകളോടെ അവൻ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു.
അവന് നടപ്പും യൂണിഫോമും ആ സാന്നിധ്യവും കണ്ടാൽ തന്നെ കണ്ണു തള്ളുന്ന തരത്തിലായിരുന്നു. വെളുത്ത സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. അവന്റെ വരവിൽ തന്നെ ആൺകുട്ടികളുടെ ചിരിയും ശബ്ദം ഒറ്റയടിക്ക് അടങ്ങി. വാക്കുകൾ വായിൽ തന്നെ തങ്ങി. എന്താ ഇവിടെ നടക്കുന്നത്? അവൻ ചോദിച്ചു. ഇത് പൊതുവഴിയാ. ഇതുപോലെ ഇനി സ്ത്രീകളോട് പെരുമാറിയാ ലോകകപ്പിലായിരിക്കും അടുത്ത സ്റ്റോപ്പ്. ശബ്ദം ഉയർന്നില്ല, എന്നാൽ ഓരോ വാക്കും വ്യക്തമായിരുന്നു. അവരൊന്നും പറയാതെ പിന്നോട്ട് മാറി. അവൻ തിരിഞ്ഞടന്നു. അപ്പോൾ തന്നെയാണ് അവന്റെ കണ്ണിൽ രാവിലെ മുറ്റത്ത് കണ്ട ആ പെൺകുട്ടിയുടെ മുഖം പെട്ടെന്ന് ആ വെയിറ്റിംഗ് ഷെഡിൽ തെളിഞ്ഞത്. കണ്ണെടുക്കാൻ ശ്രമിച്ചിട്ടും അവന്റെ നോട്ടം വീണ്ടും വീണ്ടും അവളുടെ മുഖത്തേക്കാണ് പോയത്. എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരടുപ്പം പോലെ, അപരിചിതമായിട്ടും അകന്നിട്ടില്ലാത്ത പോലെ. അവന്റെ ഉള്ളിൽ പവിത്രമായ എന്തോ ഒരു അനുഭവം നിശബ്ദമായി ഉരുത്തിരിഞ്ഞു. നടന്നു വണ്ടിയിലേക്ക് കയറുമ്പോഴും അവനൊരു നോട്ടം കൂടി അവളിലേക്ക് എറിയാൻ മറന്നില്ല. ബസ് സ്റ്റോപ്പിൽ മഞ്ഞ ചുരിദാറിൽ നിന്ന് അവൾ അധികം ശ്രദ്ധിക്കപ്പെടാതെ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു കൊച്ചു സുന്ദരിയായിരുന്നു. മുഖത്തൊരു ചെറിയ കറുത്ത പൊട്ട്. അതേ ലാളിത്യമാണ് അവളുടെ മുഖത്തെ കൂടുതൽ പ്രകാശിപ്പിച്ച് ഒറ്റ നോട്ടത്തിൽ തന്നെ വീണ്ടും നോക്കണമെന്ന മനഃശക്തി ഉണർത്തുന്ന കുഞ്ഞുമുഖം. കാറ് നീങ്ങുമ്പോൾ അവളുടെ രൂപം കണ്ണുകളിൽ നിന്ന് പതുക്കെ മായുമ്പോഴും മനസ്സിലത് അവശേഷിച്ചു. തനിക്കിനി യുവാവെന്ന് പറയാൻ കഴിയുമോ എന്നൊരു ചിന്ത അവനൊരു നിമിഷം തൊട്ടുപോയി. 36 വയസ്സ്. ഈ പ്രായത്തിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ മനസ്സിൽ എന്തിനാണ് വന്ന് കയറുന്നതെന്ന് അവൻ സ്വയം ചോദിച്ചു. ഉത്തരമില്ലാതെ ആ ചിന്ത മനസ്സിന്റെ ഒരു കോണിലേക്ക് ഒതുക്കിക്കൊണ്ട് അവൻ യാത്ര തുടർന്നു. ദിവസങ്ങൾ പതുക്കെ വീണ്ടും കടന്നുപോയി. ഒരു രാവിലെ കിടന്നുറങ്ങുന്ന ചന്ദ്രുവിന്റെ മുറിയിലേക്ക് ചായയുമായി മീനാക്ഷി അമ്മ കയറി വന്നു. അവന് വിളിച്ചുണർത്തി ചായ കൈകളിൽ കൊടുത്ത് കപ്പ് ടേബിൾ മേൽ വെച്ച് അവൻ ബാത്റൂമിലേക്ക് കയറി. തിരികെ വന്നപ്പോൾ ചായയുടെ ചൂട് തണുത്തിരുന്നു. തണുത്തുപോയ ചായയുമായി അവൻ പടികളിറങ്ങി താഴേക്ക് നടന്നു. അകത്തേക്ക് കയറുമ്പോഴാണ് അടുക്കളയിൽ നിന്ന് തട്ടുമുട്ടും ശബ്ദം അവന്റെ ചെവിയിൽ വീണത്. ആ ശബ്ദത്തോടൊപ്പം തന്നെ അവന്റെ ഓർമ്മകളിലേക്ക് അപ്രതീക്ഷിതമായി ആ കുഞ്ഞു സുന്ദരമായ മുഖം വന്ന് നിറഞ്ഞു. അവനൊരു നിമിഷം നിൽക്കുകയായിരുന്നു. ചായക്കപ്പിലെ തണുപ്പ് പോലും അവനപ്പോൾ അറിയാൻ കഴിഞ്ഞില്ല. തനിക്ക് ചുറ്റുമുള്ളതെല്ലാം അവനൊരു നിമിഷം മറന്നു. അവന്റെ കണ്ണുകൾ അറിയാതെ തന്നെ അടുക്കളയിലേക്ക് പോയി. പാത്രം കഴുകിക്കൊണ്ടിരുന്ന ആ കൊച്ചു പെൺകുട്ടിയിലാണ് അവന്റെ ശ്രദ്ധ ഒറ്റടിക്ക് പോയത്. എന്തുകൊണ്ടാണ് അവളെ കാണുമ്പോൾ താൻ ചുറ്റുമുള്ള ലോകം മുഴുവൻ മറന്നുപോകുന്നെന്ന് അവന് തന്നെ വ്യക്തമായില്ല. എന്താണ് തനിക്ക് പറ്റുന്നതെന്ന് അവൻ സ്വയം ചോദിച്ചു. ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് താൻ. നിയമവും ശാസനയും ജീവിതത്തിന്റെ ഭാഗമായ ഒരാൾ. എങ്കിലും അറിയാതെ തന്നെ മനസ്സ് വഴിമാറി മറ്റു ചിന്തകളിലേക്ക് ഒഴുകിപ്പോകുന്നു. ആ ചിന്ത അവനെ കുഴക്കി തുടങ്ങിയത് മാത്രം. പെട്ടെന്ന് അവിടേക്ക് മീനാക്ഷി അമ്മ കയറി വന്നു. അവനൊന്ന് തിടുക്കത്തിൽ നിൽക്കുകയായിരുന്നു. മനസ്സിലെ ചിന്തകൾ പെട്ടെന്ന് അടക്കി വെച്ചുകൊണ്ട്. മോനെന്താ ഇവിടെ? ചായക്കപ്പ് കയ്യിൽ കണ്ടപ്പോൾ മീനാക്ഷി അമ്മ ചോദിച്ചു. ചായക്കപ്പ് എടുക്കാൻ അമ്മ മുറിയിലേക്ക് വരികയായിരുന്നില്ലേ? നീ എന്തിനാ ഇവിടം വരെ വന്ന് ബുദ്ധിമുട്ടിയത്? അമ്മയുടെ ചോദ്യം കേട്ട് ചന്ദ്ര മുഖത്തൊരു ചെറുപുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. ചായ തണുത്തുപോയി അമ്മേ, എനിക്ക് ചൂടായിട്ട് വേറൊന്ന് വേണം, അതുകൊണ്ടാ ഞാനിങ്ങോട്ട് വന്ന്. അവൻ പറയുമ്പോൾ അവന്റെ ശബ്ദം സാധാരണമായിരുന്നു. പക്ഷെ അവന്റെ കണ്ണുകൾ അറിയാതെ തന്നെ അടുക്കളയുടെ ഒരു കോണിലേക്കാണ് വീണ്ടും തിരിഞ്ഞത്. അത് കേട്ടത് മീനാക്ഷി അമ്മ. അങ്ങനെയെങ്കിൽ റൂമിക്ക് തന്നെ ചായ കൊണ്ടുവരാം, നീ പോയിക്കോ. എന്നാൽ ഈ സംഭാഷണം മുഴുവൻ നിശബ്ദമായി കേട്ടുകൊണ്ട് ദ്യുതി ചായക്കുള്ള പാലും വെള്ളവും സ്റ്റൗവിന്മേൽ വെച്ചു. ആ ദൃശ്യത്തിൽ നിന്ന് തന്നെ കാര്യം മനസ്സിലാക്കിയ മീനാക്ഷി അമ്മ ദ്യുതിയോടായി പറഞ്ഞു. മോളെ, പഞ്ചസാര ഇടണ്ടാട്ടോ, അവന് ഷുഗറിന്റെ അസുഖമുണ്ട്. അത് കേട്ട് ദ്യുതി ഒരു നിമിഷം തലകുലുക്കി. മറ്റൊന്നും ചോദിക്കാതെ ചായ തയ്യാറാക്കുന്നതിൽ മുഴുകി. അതേസമയം നടന്നു പോവുകയായിരുന്ന ചന്ദ്രുവിന്റെ ചെവിയിൽ ആ വാക്കുകൾ വീണു. ഷുഗറിന്റെ അസുഖം. അവനറിയാതെ തന്നെ ഉള്ളിൽ വല്ലാത്തൊരു ദേഷ്യം ഉരുത്തിരിഞ്ഞു. അമ്മയുടെ വാക്കുകളോടല്ല, ദ്യുതിയുടെ സാന്നിധ്യത്തിൽ തന്റെ ദൗർബല്യം പൊതുവായി പറയപ്പെട്ടതിലായിരുന്നു ആ കോപം. അവനൊന്നും പറയാൻ നടന്നു. പക്ഷെ അവന്റെ നടപ്പിൽ തന്നെ ആ ദേഷ്യം വ്യക്തമായിരുന്നു. യൂണിഫോം ശരിയായി ഫിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ചായയുമായി ദ്യുതി അവന്റെ റൂമിലേക്ക് കയറി വന്ന്. അപ്രതീക്ഷിതമായ അവിടെ വരവിലൊരു നിമിഷം അവൻ പകച്ചുപോയി. ഹൃദയം അറിയാതെ തന്നെ ഒന്ന് താളം തെറ്റി. എങ്കിലും മുഖത്ത് മറ്റു ഭാവഭേദങ്ങളൊന്നും കാണിക്കാതെ അവൻ നിന്നു. ദ്യുതി ഒന്നും പറയാതെ റൂമിലെ ടേബിളിന് മുകളിൽ ചായ വെച്ചു. അവളുടെ ചലനങ്ങൾ ശാന്തവും മിതവുമായിരുന്നു. അവൾ തിരികെ നടക്കാൻ തിരിഞ്ഞതും അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു വിഷാദം ഉടലെടുത്തു. അവനതിനെ തടയാനായില്ല. പെട്ടെന്ന് ഉറച്ച ശബ്ദത്തിൽ അവൻ വിളിച്ചു, ജാനു. ആ വിളി അവൾ നിൽക്കുന്ന ഒരേ നിമിഷം തന്നെയായിരുന്നു. പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കി. ശബ്ദത്തിൽ ഒരു അകലം സൂക്ഷിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ശല്യപ്പെടുത്താൻ വന്നല്ല, അമ്മയ്ക്ക് സുഖല്ല, അതുകൊണ്ടാ ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്തരാ അമ്മ തന്നെ പറഞ്ഞ്, അതുകൊണ്ട് മാത്രം ഞാൻ വന്ന്. അത്രയും പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞടക്കാൻ തുടങ്ങി. ആ നിമിഷം തന്നെ അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു നോവ് പടരുന്നവൻ തിരിച്ചറിഞ്ഞു. എന്തിനാണ് താൻ അവളെ വിളിച്ചത്? എന്തിനാണ് അവളുടെ പേര് അങ്ങനെ തന്റെ വായിൽ നിന്ന് പുറത്തു വന്നത്? അപ്പോൾ മാത്രമാണ് അവന് മനസ്സിലാക്കിയത്, ഇത്രയും വർഷങ്ങൾക്കിടയിൽ ആ പേര് അവന്റെ ഉള്ളിൽ നിശബ്ദമായി ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്നത്. നടക്കുന്നുണ്ടെങ്കിൽ അവൾ പെട്ടെന്ന് നിന്നു. ഒരു നിമിഷം ആലോചിച്ച പോലെ. പിന്നെ വീണ്ടും തിരിഞ്ഞ് അവനെ നോക്കി പറഞ്ഞു, എന്നോട് സാറ് പറഞ്ഞിരുന്നില്ലേ കാലങ്ങൾ കഴിയുമ്പോൾ എന്നേക്കാൾ നല്ല നിനക്ക് വേറെ കിട്ടുന്നു, ഇതൊക്കെ വെറും ചാബല്യങ്ങളാണെന്ന്. അവളുടെ ശബ്ദം പതിയായി. എന്നാൽ ഓരോ വാക്കും അവന്റെ ഹൃദയം കുത്തിപ്പൊട്ടിക്കുന്നതായിരുന്നു. സത്യ, അവൾ തുടർന്നു.
നിങ്ങളൊരു വയസ്സനാ. ഒരു നിമിഷം അവൾ നിർത്തി. ഒരു ഷുഗറുകാരനും. ആ വാക്കുകൾ അവനെ നെഞ്ചിൽ വീണ ശക്തമായിരുന്നു. അവനൊന്നും പറഞ്ഞില്ല. മുഖത്ത് കോപമില്ല, വേദന മാത്രം. അവൾ അവനെ നോക്കി കുറച്ചേരം നിശബ്ദനായി നിന്നു. പിന്നെ മറ്റൊന്നും പറയാതെ തിരിഞ്ഞടന്നു. അവളുടെ കാലടി പടിക്കെട്ടിലാകുന്നു പോകുമ്പോൾ അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. യൂണിഫോം ഇനി അവന്റെ ശരീരത്തിലുണ്ടായിരുന്നു. പക്ഷെ ആ നിമിഷം അവനൊരു പോലീസ് ഓഫീസർ അല്ലായിരുന്നു. വയസ്സും രോഗവും യാഥാർത്ഥ്യവും ഒറ്റയടിക്ക് അവന്റെ മുമ്പിൽ നഗ്നമായി നിന്നിരുന്നു. അവൾ പറഞ്ഞ തെറ്റല്ലെന്ന് അവന്റെ ഉള്ളിലൊരു ശബ്ദം പറഞ്ഞു. അതായിരുന്നു അവനെ ഏറ്റവും വേദനിപ്പിച്ച്. പിന്നീട് വന്ന ദിവസങ്ങളിൽ അവൻ ദ്യുതിക്ക് മുഖം കൊടുത്തില്ല. അവളെ കാണുമ്പോൾ കണ്ടില്ലെന്ന പോലെ വഴിമാറി നടക്കുമായിരുന്നു. ഒരു ദിവസം രാവിലെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോഴാണ് അടുക്കളയിൽ നിന്ന് ദ്യുതിയുടെ ശബ്ദം കേട്ടത്. അവളുടെ വിളി കേട്ട് മീനാക്ഷി അമ്മ അടുക്കളയിലേക്ക് ചെന്നു. അമ്മ, ഇന്ന് ഉച്ചക്ക് ഊണിനെന്താ വേണ്ടേ? ഫ്രിഡ്ജിലെ ചൂരമീനുണ്ട്, തണുപ്പ് മാറാൻ വെള്ളത്തിലിടാം. മാങ്ങയും കാന്താരിയും ചതച്ച് മീൻ പീര വെക്കാം. പിന്നെ വെണ്ടക്കാ മെഴുക്ക് പുരട്ടി ഒരു പുളിശ്ശേരിയും വെക്കാം. ഇന്ന് അത് മതി. പിന്നെ ദ്യുതിയെ നോക്കി അവർ ചോദിച്ചു, നിനക്ക് ഇന്ന് കോളേജിൽ പോകണ്ടേ? വേണ്ട എന്ന് ദ്യുതി പറഞ്ഞു. എക്സാമിന് ലീവ് വന്നിരിക്കുക. അത് കേട്ട് മീനാക്ഷിയമ്മ പറഞ്ഞു, പഠിക്കണം, പഠിച്ചൊരു ജോലി കിട്ടണം, ജീവിതം സുരക്ഷിതമാവണം, നിന്റെ അമ്മയുടെ ഒരു ആഗ്രഹം. പിന്നെ അവർ പറഞ്ഞു, നീ പോകുമ്പോൾ ഞാനും കൂടി വരാം. ഒരുപാട് നാളായി ജാനകിയെ കണ്ടിട്ട്, അവളെ എനിക്കൊന്ന് കാണണം. അടുക്കളയിലെ ഈ സംഭാഷണം ശബ്ദമില്ലാതെ കേട്ടുകൊണ്ട് ചന്ദ്രു അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവനൊന്നും പറഞ്ഞില്ല. പക്ഷേ ദീദിയുടെ ശബ്ദം പോലും ഇപ്പോൾ അവന്റെ ഉള്ളിൽ ഒരുപാട് ഭാരം സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. വീണ്ടും ദിവസങ്ങൾ ഓടിമറഞ്ഞുകൊണ്ടിരുന്നു. ശ്രമകരമായ ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ചന്ദ്രു വളരെയേറെ കഷ്ടപ്പെട്ടു. അതിനുശേഷം വിശ്രമിക്കാനായി ലീവെടുത്ത് വീട്ടിലെത്തിയ ദിവസം ഗാഠമായ ഉറക്കത്തിൽ സുഖമായി കിടന്നിരുന്ന ഒരു ഞായറാഴ്ച രാവിലെ ബെഡിനരികിൽ നിന്നുകൊണ്ട് മീനാക്ഷി അമ്മാവനെ തട്ടി വിളിച്ചു. മോനെ ചന്ദ്രു, എഴുന്നേക്കടാ. ഉറക്കത്തിന് ഭംഗം വന്ന് മനസ്സിലാക്കിയ ചന്ദ്രു ഉറക്കച്ചടോടെ ദേഷ്യത്തിൽ തന്നെ അമ്മയോട് പറഞ്ഞു, അമ്മ ചായ വെച്ചിട്ട് പോ, ഞാൻ പിന്നെ കുടിച്ചോളാം. അത് കേട്ട് മീനാക്ഷി അമ്മാവനോട് വീണ്ടും പറഞ്ഞു, എടാ അതല്ല, ഒന്ന് എഴുന്നേൽക്ക്, എന്നിട്ട് നീ വന്നൊന്ന് കല്യാണം കഴിച്ചിട്ട് പോ. കട്ടിൽ തന്നെ കിടന്നോണ്ട് ചന്ദ്രു പറഞ്ഞു, കുറച്ച് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാമേ, ഇപ്പൊ പോ, ഞാൻ കുറച്ചു നേരം ഉറങ്ങട്ടെ. വാക്കുകൾ വായിൽ നിന്നിറങ്ങിയോടെ താൻ പറഞ്ഞതിന്റെ അർത്ഥം തന്നെ പിടികിട്ടി. ഒരു സ്പ്രിങ് പോലെ അവൻ കട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റു. മുന്നിൽ നിൽക്കുന്ന മീനാക്ഷി അമ്മയെ അവൻ സൂക്ഷിച്ചു നോക്കി. പുതിയ സെറ്റ് മുണ്ടുമാണ് വേഷം, തലയിൽ മുല്ലപ്പൂവ് ചൂടിയിരിക്കുന്നു. അത് കണ്ടതോടെ അവന് സംശയം നിറഞ്ഞു. അമ്മ ഇപ്പൊ എന്താ പറഞ്ഞേ? അമ്മ എന്താ പറഞ്ഞേ? അത് കേട്ട് മീനാക്ഷി അമ്മ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നീ ആര്? മണിച്ചിത്രത്തായിലെ ഗംഗയോ? അത് കേട്ടോടെ ചന്ദ്രുവിന്റെ കലിയിളകി. അവൻ വീണ്ടും മീനാക്ഷി അമ്മയോട് കൂടുതൽ കഠിനമായ ശബ്ദത്തിൽ ചോദിച്ചു, അമ്മ ഇത് കളിയല്ല, അമ്മ ഇപ്പൊ എന്തിനെ കുറിച്ചാ പറഞ്ഞെന്ന്? ഇത് കേട്ട മീനാക്ഷി അമ്മ വീണ്ടും അവനോട് പറഞ്ഞു, എടാ നീ വന്നൊന്ന് കല്യാണം കഴിച്ചിട്ട് പോവാൻ പറഞ്ഞതാ. അത് കേട്ടത് അവൻ പൊട്ടിച്ചിരിച്ചു. കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ശരീരം ഒന്ന് സ്ട്രെച്ച് ചെയ്ത ശേഷം അവൻ അമ്മയോട് പറഞ്ഞു, ഒരു ദിവസം ഞാൻ തമാശക്ക് അമ്മയോട് പറഞ്ഞ വാക്കുകളല്ലേ അമ്മ ഇപ്പൊ തിരിച്ചു പറയുന്നു. അത് കേട്ട് മീനാക്ഷി അമ്മ ഗൗരവത്തോടെ പറഞ്ഞു, ശരിയാ, നീ അന്ന് തമാശക്ക് പറഞ്ഞ, പക്ഷെ ഞാനിപ്പോ പറയുന്നത് പൂർണ്ണമായിട്ടും സീരിയസ് ആയിട്ടാ. നിന്നെ കാത്ത് നിന്റെ പെണ്ണ് അമ്പലനടയിൽ ഒരുങ്ങി നിൽക്കുക. നീ വേഗം വന്ന് അവളെ കല്യാണം കഴിക്കാൻ നോക്ക്. ഈ ആഗ്രഹം എന്നോട് ആവശ്യപ്പെട്ടത് നീ തന്നെയല്ലേ? ഉറക്കെഴുന്നേക്കുമ്പോ അമ്മ വന്ന് കല്യാണം കഴിക്കാൻ വിളിക്കണമെന്ന് ഒരിക്കൽ നീ എന്നോട് പറഞ്ഞില്ലേ? നിന്റെ ആഗ്രഹം ഞാൻ നിറവേറ്റിയിരിക്കുന്നു. വേഗം ആവട്ടെ. ബന്ധുക്കളും സുഹൃത്തുക്കളെല്ലാം അമ്പലനടയിൽ എത്തിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് വേണം. നിന്റെ വെഡിങ് ഡ്രസ്സ് അതാ ആ മേശമേൽ ഇരിപ്പുണ്ട്. കേട്ട വാർത്തയോട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അവൻ തരിച്ചുപോയി നിന്നു. ശരിയാണ്, ഒരിക്കൽ താൻ അമ്മയോട് അങ്ങനെ പറഞ്ഞിരുന്നു. കല്യാണത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ നിന്ന് അമ്മ പിന്മാറുമെന്ന വിശ്വാസത്തിൽ ഒരു തമാശയായി. താൻ ആഗ്രഹിച്ച പോലെ ഒരു കല്യാണം നടത്താൻ ആരാണ് തയ്യാറാവുക? പെണ്ണ് കാണാനോ നിശ്ചയം നടത്താനോ അതിനു മുന്നോടിയായി ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് പെട്ടെന്നൊരു കല്യാണം നടക്കുക? ഈ ചോദ്യങ്ങളെല്ലാം സംശയത്തിന്റെ മൂർച്ചയോടെ അവന്റെ മനസ്സിൽ കുത്തിക്കേറി. അവനെന്തെങ്കിലും ചോദിക്കാൻ വാതുറക്കും മുമ്പേ വേഗം ഒരുങ്ങ് എന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി അമ്മ താഴേക്ക് ഇറങ്ങിപ്പോയിരുന്നു. അവരുടെ കാലടികളുടെ ശബ്ദം പടികളിലകലുമ്പോൾ ചന്ദ്രു അവിടെ തന്നെ നിന്നു. ആശ്ചര്യവും ആശങ്കയോ അവിശ്വാസവും ഒരുപോലെ നെഞ്ചിൽ നിറഞ്ഞു. അമ്മ പറഞ്ഞ സത്യമോ മിഥ്യയോ എന്നറിയാതെ തലനിരയെ കുഴഞ്ഞ ചിന്തകളുമായി അവൻ ടവലും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. തണുത്ത വെള്ളം ശരീരത്തിലൂടെ ഒഴുകിയെങ്കിലും മനസ്സിലെ ആശയക്കുഴപ്പം അങ്ങനെ തന്നെ നിന്നു. കുളി കഴിഞ്ഞ് പുറത്തു വന്ന് റൂമിലേക്ക് കയറിയപ്പോൾ അവന്റെ കണ്ണ് ആദ്യം വീണത് മേശമേൽ കിടന്ന മംഗല്യവേഷത്തിലായിരുന്നു. ഒരു നിമിഷം അടിച്ചിരുന്നെങ്കിലും അറിയാത്ത ഏതോ ഭാവം അവൻ അതിലേക്ക് നയിച്ചു. വേഷമണിഞ്ഞ് കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവിടെ നിന്നത് അവൻ അറിയുന്ന ചന്ദ്രുവല്ലായിരുന്നു. ഒരു കല്യാണത്തിനായി ഒരുങ്ങിയ എന്നാൽ മനസ്സിൽ ചോദ്യങ്ങളുമായി നിൽക്കുന്ന ഒരാൾ. പടികളിറങ്ങി താഴേക്ക് നടക്കുമ്പോൾ അവന്റെ നെഞ്ചിടിപ്പ് കൂടിയിരുന്നു. ഉമ്മറപ്പടിയിലെത്തിയെന്നപ്പോൾ അവൻ കണ്ട കാഴ്ച അവനെ കൂടുതൽ ആശ്ചര്യത്തിലാക്കി. അവന് തന്നെ നോക്കി ഉമ്മറപ്പടിയിൽ കാത്തു നിൽക്കുന്ന അമ്മ പതിവിലേതിലുമേറെ സന്തോഷത്തിൽ. അവരുടെ മുഖത്തൊരു തെളിച്ചമുണ്ടായിരുന്നു. കണ്ണുകളിൽ അവൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്തത്ര നിറഞ്ഞ സന്തോഷം.
ആ നോട്ടം കണ്ടപ്പോൾ അവന്റെ സംശയങ്ങളൊന്നും മങ്ങിയെങ്കിലും മനസ്സിൽ വീണ്ടും ഒരേ ഒരു ചോദ്യം മാത്രം മുഴങ്ങി. ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ? അവനെ കണ്ടതും അവരോടി വന്ന് അവന്റെ മുടികളിൽ വലത് കൈ കൊണ്ട് സ്നേഹത്തോടെ ഒന്ന് കോതിയൊതുക്കി. ശോഷിച്ച ആ കൈ അവന്റെ കവിളിൽ തൊട്ടപ്പോൾ അതിന്റെ തണുപ്പ് അവന്റെ ശരീരമാകെ പടർന്നു കയറി. അവനറിയാതെ തന്നെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അവന്റെ കണ്ണുകളിൽ നിറഞ്ഞ ആശയക്കുഴപ്പം കണ്ട അമ്മ മകനെ ഒന്ന് അളന്നു നോക്കി സ്നേഹത്തോടെ ചിരിച്ചു. അടുത്ത നിമിഷം അവരവന് നെറുകയിലൊരു മുത്തം കൊടുത്തു. ആ മുത്തത്തിനുള്ളിൽ വാക്കുകളില്ലാത്ത അനുഗ്രഹവും അമ്മയുടെ മുഴുവൻ പ്രാർത്ഥനകളും ഒളിഞ്ഞിരുന്നു. തന്റെ അമ്മയുടെ കൈപിടിച്ച് കാറിലേക്ക് കയറുമ്പോഴും ഇനി എന്താണ് നടക്കാൻ പോകുന്നതിനെ കുറിച്ച് അവന്റെ മനസ്സിൽ വ്യക്തമായൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല. എല്ലാം ഒരു ഒഴുക്കിൽ നീങ്ങുന്ന പോലെ അവൻ വെറും അതിൽ ഒഴുകിപ്പോകുന്ന ഒരാളായി മാറിയിരുന്നു. കാർ അമ്പലനടയിലെത്തി നിൽക്കുമ്പോൾ അവന്റെ കണ്ണുകൾ അവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അയൽക്കാരെയുമാണ് തേടിയത്. പരിചിത മുഖങ്ങൾ, ചിരികൾ, തിരക്കുകൾ എല്ലാം ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ അവന്റെ ഉള്ളിൽ മാത്രം ഒരു അപരിചിതമായ ശൂന്യത. കാറിൽ നിന്നിറങ്ങി അമ്മയോടൊപ്പം അമ്പലനടയിലേക്ക് നടന്നു കയറുമ്പോഴും കൈകൂപ്പി തിരുനടയിൽ നിൽക്കുമ്പോഴും അടുത്തത് എന്ത് എന്ന ചിന്ത പോലും അവനെ തേടിയെത്തിയില്ല. പകരം മനസ്സിനുള്ളിൽ ഒരു തരം മൂകത. തന്റെ ഇഷ്ടമില്ലാതെ ഒരു പെൺകുട്ടിയുടെ കൈ പിടിക്കേണ്ടി വരുന്ന അവസ്ഥ, അത് പരിതാപകരമാണെന്ന ചിന്ത അവനെ ഒരു നിമിഷം കുത്തിപ്പൊള്ളിച്ചു. എന്നാൽ എല്ലാറ്റിനും തുടക്കം താൻ തന്നെ പറഞ്ഞൊരു വാക്കായിരുന്നു. തമാശയെന്നോ വഴിമാറാനുള്ള ശ്രമമെന്നോ കരുതിയ ആ വാക്ക് ഇന്ന് യാഥാർത്ഥ്യമായി അവന്റെ മുന്നിൽ നിന്നു. അതിന്റെ ഫലമാണ് ഈ വിവാഹം. പറയണമെന്നുണ്ടായിരുന്നു, എല്ലാം തുറന്ന് പറയണമെന്നുണ്ടായിരുന്നു. എങ്കിലും ഇപ്പോൾ നടക്കാൻ പോകുന്നത് തന്റെ അമ്മയുടെ ആഗ്രഹമാണ്. ആ ആഗ്രഹം നിറവേറാൻ പോകുന്ന ഈ നിമിഷത്തിൽ അവൻ എതിർപ്പ് പറയാൻ തുനിഞ്ഞില്ല. ദൈവനിശ്ചയം അങ്ങനെയാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ. അങ്ങനെ ചന്ദ്രു ആ തിരുനടയിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ തന്റെ വിധിയെ നിശബ്ദമായി അംഗീകരിച്ചു. ക്ഷേത്രനടയുടെ തിരുമുമ്പിൽ പ്രത്യേകം അലങ്കരിച്ചൊരുക്കിയിരുന്ന വിവാഹ മണ്ഡപത്തിലേക്ക് മീനാക്ഷി അമ്മ അവനെ കൈപിടിച്ചു കൊണ്ടുവന്നു. ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും നിറഞ്ഞിരുന്ന അമ്പലനടയിൽ ഒരു മംഗളദൃശ്യം പിറക്കാൻ പോകുന്ന നിമിഷത്തിന് എല്ലാവരും സാക്ഷികളായി. പുറമെ യാതൊരു ഭാവവ്യത്യാസവും കാണിക്കാതെ ഉള്ളിൽ മാത്രം നിയന്ത്രിക്കാനാവാത്ത ചിന്തകളുമായി അവൻ ദേവി സമക്ഷം നോക്കി നിശബ്ദനായിരുന്നു. ഹൃദയം ഒരേ താളത്തിൽ മിടിച്ചുകൊണ്ടിരുന്നെങ്കിലും മുഖത്ത് അതിന്റെ ഒരു അങ്കലാപ്പും പ്രതിഫലിച്ചില്ല. അപ്പോൾ തന്നെയായിരുന്നു ക്ഷേത്ര ദർശനം കഴിഞ്ഞ നടയിലൂടെ തന്റെ വധു ഇറങ്ങി വരുന്നത് അവന്റെ കണ്ണിൽ പതിഞ്ഞത്. അവിടെ ആദ്യ ദൃശ്യത്തോടുകൂടി അവന്റെ ഹൃദയം ഒരു നിമിഷം സ്തംഭിച്ചു പോയതുപോലെ തോന്നി. ആ നിമിഷത്തിൽ അവന്റെ ഉള്ളിലൂടെ പാഞ്ഞുപോയ വികാരം എന്താണെന്ന് അവൻ തന്നെ തിരിച്ചറിയാനാവാതെ പോയി. ഞെട്ടലും അതിശയവും ചേർന്ന ഒരു പകച്ച അവസ്ഥയിൽ ശ്വാസം പോലും മറന്നുപോയതുപോലെ അവൻ അവളെ നോക്കിയിരുന്നു. തന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു സാധാരണ പെൺകുട്ടിയെന്ന പോലെ അവന് തോന്നി. സർവാഭരണ വിഭൂഷിതയായി ശാന്തതയോടെ സൗമ്യതയോടെ ലക്ഷ്മി ദേവി സ്വരൂപത്തിൽ അവിടെ നിൽക്കുകയായിരുന്നു ദ്യുതി എന്ന തന്റെ വധു. ഇന്നലെ വരെ അടുക്കളയിലെ തട്ടുമുട്ടും ശബ്ദങ്ങൾക്കിടയിൽ മഞ്ഞ ചുരിദാറിൽ കണ്ട അതേ മുഖം ഇന്ന് മംഗളാഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ വധുവായി മാറി അവന്റെ മുന്നിൽ. അവന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളും ഓർമ്മകളും ഒരേ സമയം പൊട്ടിപ്പിറന്നു. ശൂന്യമായി തോന്നിയിരുന്ന മനസ്സിന്റെ ഇടം അപ്രതീക്ഷിതമായി ഒരുതരം നിറവോടെ നിറയുന്നത് അവൻ അറിഞ്ഞു. വിധി എന്ന് കരുതി നിസ്സംഗമായി സ്വീകരിച്ച വിവാഹം ആ ഒരു നിമിഷത്തിൽ തന്നെ അവന്റെ ഉള്ളിൽ പുതിയ അർത്ഥങ്ങൾ പകരാൻ തുടങ്ങിയിരുന്നു. ദൈവനിശ്ചയം എന്ന് അവൻ പറഞ്ഞത് എന്തോ വലിയൊരു സന്തോഷത്തിന്റെ തുടക്കമാണെന്ന് അവൻ അന്ന് ആദ്യമായി അനുഭവിച്ചറിഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തന്റെ ഹൃദയം മറ്റെന്തിനോ വേണ്ടി കൊതിക്കുന്ന പോലെ അവന് തോന്നി. ആരുമറിയാതെ തന്റെ മനസ്സിൽ കാലങ്ങളായി ഒളിഞ്ഞുകിടന്നിരുന്ന വികാരങ്ങളെല്ലാം വീണ്ടും ജീവൻ പിടിച്ച് തിരികെ വന്നു ചേരുന്ന പോലെ. അവളെ കാണുന്ന ഓരോ നിമിഷത്തിലും അവന്റെ കണ്ണുകൾ തന്നെ വഞ്ചിച്ച് മറ്റൊരു തരം കഥ പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അതെല്ലാം അവഗണിച്ച് അവൻ തന്നെ അതിനെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിട്ടതായിരുന്നു ഇതുവരെ. ഇപ്പോൾ അവന് വ്യക്തമായിരുന്നു, താൻ പോലും അറിയാതെ തനിക്ക് വേണ്ടി ദൈവം കാത്തുവെച്ച നിധിയായിരുന്നു ഇവളെന്ന്. ദ്യുതി ജാനകി ഭദ്രൻ. അവന്റെ മനസ്സിലെന്നും ജാനു എന്ന പേരിൽ ഉറങ്ങിക്കിടന്നിരുന്ന അതേ സാന്നിധ്യം. അവന്റെ ഉള്ളിൽ സന്തോഷത്തിന്റെ ഒരു കടൽ അലമുറയിടുന്ന് അവൻ വ്യക്തമായി അറിഞ്ഞു. നെഞ്ചിനുള്ളിൽ എന്തോ പൊട്ടിപ്പൊളിഞ്ഞൊഴുകുന്ന പോലെ. എങ്കിലും ആ സന്തോഷം മുഖത്ത് തെളിയാൻ അവൻ അനുവദിച്ചില്ല. പതിപോലെ കട്ടക്കലിപ്പും നിസ്സംഗതയും മൂടിക്കെട്ടി പുറമെ അവൻ അങ്ങനെ തന്നെ ഇരുന്നു, ഒരു വികാരവും പുറത്തേക്ക് വഴുതിവിടാതെ. അപ്പോഴേക്കും ജാനകി ചേച്ചി ദ്യുതിയുടെ കൈപ്പിടിച്ച് കതിർമണ്ഡപത്തിന്റെ അരികിലേക്ക് കൊണ്ടുവന്നു. നിറഞ്ഞിരുന്ന സാക്ഷികളുടെ മുന്നിലൂടെ ശാന്തമായ ചുവടുകളോടെ അവൾ മുന്നോട്ട് നീങ്ങി. ഓരോ ചുവടും ദ്യുതിക്കൊരു പുതിയ ജീവിതത്തിലേക്കുള്ള പടവാണെന്ന പോലെ തോന്നിച്ചു. അവൾ കൈതൊഴുത് ദൈവസന്നിധിയിൽ നമസ്കരിച്ചു. പിന്നെ ചന്ദ്രുവിന്റെ അരികിലായി ഇരിപ്പുറപ്പിച്ചു. അവളുടെ സാന്നിധ്യം അടുത്തറിഞ്ഞ നിമിഷം ചന്ദ്രുവിന്റെ ഹൃദയമിടിപ്പൽപ്പം കൂടിയതായി അവന് തന്നെ തോന്നി. കാലം ഒളിപ്പിച്ചു വെച്ച സത്യം ദൈവം തന്നെ നേരിട്ട് അവന്റെ മുമ്പിൽ വെക്കുന്ന പോലെ. അവൻ ദൈവസന്നിധിയിലേക്ക് ഒരു നിമിഷം നോക്കി. അവൾ അവന് വേണ്ടിയുള്ളതായിരുന്നു. ഇന്നല്ല, ഇന്നലകളിലും നാളെയിലും. തന്റെ അരികിലിരിക്കുന്ന അവളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയാതെ ഗൗരവം കട്ടപിടിച്ച മുഖഭാവത്തോടെ അവൻ കതിർമണ്ഡപത്തിലിരുന്നു.
ചുറ്റുമുള്ള ശബ്ദങ്ങളും തിരക്കുകളും അവന്റെ ചെവിയിൽ പതിഞ്ഞെങ്കിലും മനസ്സിൽ മുഴുവൻ ഒരു വിചിത്രമായ നിശബ്ദത മാത്രമായിരുന്നു. ഇടക്കൊരിക്കൽ ദ്യുതി ഒളികണ്ണിട്ടുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾ കണ്ടത് തനിക്കരികിൽ കോപം അടക്കി പിടിച്ചിരിക്കുന്ന ചന്ദ്രാദിത്യൻ IPS ആയിരുന്നു. ആ ഒരു നിമിഷം അവളുടെ ഉള്ളിൽ ഭയം പടർന്നു. ആ മുഖഭാവം അവൾക്ക് പരിചിതമായിരുന്നു. ഒരിക്കൽ താൻ അവന്റെ ദേഷ്യത്തിന്റെ കടുപ്പം നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ആ ഓർമ്മ പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് പാഞ്ഞു വന്നു. ഇനി ഒരിക്കൽ കൂടി ആ കഠിനത താങ്ങാനുള്ള ശക്തി തനിക്കുണ്ടോ എന്ന സംശയം അവളുടെ മനസ്സിനെ വെറുപ്പിച്ചു. അവനെ നിശബ്ദ ഗൗരവം എന്തിന്റെ സൂചനയാണെന്ന് അവൾക്കറിയില്ലായിരുന്നു. ഒരുപക്ഷെ തന്നെ സമ്മതമില്ലാതെയാണോ അവൻ തന്റെ അരികിൽ താലിയുമായിരിക്കുന്നത്? തന്റെ ജീവിതം ബന്ധിക്കപ്പെടുന്ന ഈ നിമിഷം പോലും അവന് ഇഷ്ടമില്ലാത്താണോ എന്ന ചിന്ത അവളുടെ നെഞ്ച് മുറുകെ പിടപ്പിച്ചു. അപ്പോഴാണ് മുഹൂർത്തായി, താലി കെട്ടിക്കോളൂ എന്നൊരു ശബ്ദം അവളുടെ ചിന്തകളെ മുറിച്ചു കിടന്ന്. മീനാക്ഷി അമ്മ സ്വർണ്ണാലിലെ താലി സൂക്ഷ്മമായി ചരടിൽ കോർത്ത് അവന്റെ കൈകളിലേക്ക് വെച്ചു. അത് കയ്യിൽ വാങ്ങിയപ്പോൾ ഒരു നിമിഷം അവൻ അമ്മയുടെ മുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കി. പിന്നെ ശാന്തമായി ആദരവോടെ ആ പാദങ്ങളൊന്ന് തൊട്ട് തൊഴുത് താലി വാങ്ങി ഗൗരവഭാവത്തിൽ തന്നെ അവൻ താലി അവളുടെ കഴുത്തിലേക്ക് കെട്ടിക്കൊടുത്തു. ആ സ്പർശം അവൾ ചിന്തിച്ചത്രയും കടുപ്പമുള്ളതായിരുന്നില്ല. ആ ഒരു നിമിഷം അവളുടെ ഭയം അല്പം അലിഞ്ഞുപോയി. വാക്കുകളൊന്നുമില്ലാതെ ഒരു ജീവിതം മറ്റൊന്നുമായി ബന്ധിക്കപ്പെടുന്ന ആ മൗന നിമിഷം ദൈവസന്നിധിയിൽ ശാശ്വതമായി രേഖപ്പെടുത്തിയ പോലെ തോന്നി. തനിക്കരികിലിരിക്കുന്നവന്റെ ഭാവം എന്താണെന്ന് തിരിച്ചറിയാനാവാതെ അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കിയ നിമിഷം തന്നെയായിരുന്നു അവൻ ശാന്തമായി അവളുടെ നെറുകയിൽ സിന്ദൂരം ചാർത്തി കൊടുത്തത്. അപ്രതീക്ഷിതമായ ആ സ്പർശനത്തിൽ അവളൊന്ന് നടുങ്ങി. ഇതുവരെ ഉള്ളിൽ കെട്ടിക്കിടന്നിരുന്ന ആശങ്കയും ഭയവും അവളുടെ മുഖത്ത് വ്യക്തമായി പ്രതിഫലിച്ചു. പക്ഷേ സിന്ദൂര രേഖയിൽ അവന്റെ കൈ പതിഞ്ഞ നിമിഷം തന്നെ അവളുടെ മുഖഭാവം മാറി. ആ കണ്ണുകളിൽ ഒരു തരം നിസ്സഹായതയ്ക്ക് പകരം മൃദുവായ ഒരു തെളിച്ചം തെളിഞ്ഞു. അതവൻ കണ്ടു. ആ ചെറിയ മാറ്റം അവളുടെ മുഖത്ത് വിരിഞ്ഞ ആ നിമിഷത്തെ ശാന്തത അവന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചിരിയെ ഉണർത്തി. അതരത്തിന്റെ കോണിൽ മാത്രം ഒതുങ്ങിയ ഒരു ചെറുചിരി അവൻ അറിയാതെ തന്നെ വിരിഞ്ഞു. എങ്കിലും അത് പുറത്തേക്ക് വന്നില്ല. പോലീസ് IPS ഓഫീസറുടെ കനം വിട്ടുകൊടുക്കാതെ അതേ ഗൗരവത്തോടെ തന്നെ അവൻ കതിർമണ്ഡപത്തിൽ ഇരുന്നു. ചുറ്റുമുള്ളവർക്ക് അതൊരു ഔപചാരിക വിവാഹ ചടങ്ങായി തോന്നിയേക്കാം. പക്ഷെ ആ രണ്ടുപേരുടെ ഇടയിൽ വാക്കുകളില്ലാതെ ഒരു പുതിയ ബന്ധത്തിന്റെ ആദ്യ സ്പന്ദനം ആ നിമിഷം തന്നെ അവിടെ ഉടലെടുത്ത് കഴിഞ്ഞിരുന്നു. കതിർ മണ്ഡപത്തിൽ നിന്ന് ചന്ദ്രുവിന്റെ കൈ പിടിച്ച് അവൾ പുറത്തിറങ്ങി. വിവാഹ ചടങ്ങുകൾക്ക് ശേഷം എല്ലാവരും ചേർന്ന് അമ്പലവക സദ്യാഗത്തിൽ ഭക്ഷണം കഴിച്ചു. അതിനുശേഷം കാറിലേക്ക് പോവാനായി നടപ്പാതയിലൂടെ ഇറങ്ങുമ്പോഴായിരുന്നു അവളുടെ കണ്ണുകൾ അറിയാതെ അമ്പലനടയിലെ ആൽമരച്ചോട്ടിലേക്ക് തിരിഞ്ഞത്. അവിടെ തണലിൽ ഒളിഞ്ഞുകൊണ്ട് രൂക്ഷമായ നോട്ടം അവളിലേക്ക് തുളച്ചു കയറുന്ന പോലെ അവൾക്ക് തോന്നി. ആ നോട്ടത്തിന്റെ ഉടമ രതീഷായിരുന്നു. തന്നെ മുറച്ചെറുക്കൻ, അതിലുപരി ഒരു കൊലപാതകി, ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തവൻ. മുഖത്ത് പുഞ്ചിരി ലേശം പോലും ഇല്ലാതെ കണ്ണുകളിൽ കുത്തനെ കത്തുന്ന വൈരാഗ്യവും അവകാശബോധവും നിറച്ച് അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ആ നോട്ടം അവളുടെ ഉള്ളിൽ ഒരു നിമിഷം ഭയം പടർത്തി. പഴയ ഭയങ്ങളും ഓർമ്മകളും ഒരേ സമയം മനസ്സിലേക്ക് ഒഴുകി വന്നു. അവളുടെ കൈ ചന്ദ്രുവിന്റെ കൈക്കുള്ളിൽ അല്പം കൂടി മുറുകി. ആ മുറുക്കത്തിൽ എന്തോ അപകടം മുന്നിലുണ്ടെന്നൊരു മുന്നറിയിപ്പ് പോലെ അവന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. എന്നാൽ അവളൊന്നും പറഞ്ഞില്ല. ആ നോട്ടം കണ്ടതിന്റെ ഭയം അവൾ ഉള്ളിലൊതുക്കി. അവൾക്കറിയില്ലായിരുന്നു ആ ആൽമരച്ചുവട്ടിൽ നിന്നുള്ള രതീഷിന്റെ ക്രൂരമായ ദൃഷ്ടി അവരുടെ ജീവിതത്തിൽ വീണ്ടും കലഹത്തിന്റെ നിഴൽ വീഴ്ത്താൻ പോകുന്ന ഒരു തുടക്കമാണെന്ന്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.